പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നമ്മളോട് നമ്മുടെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ്, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഇതിനായി പഠിപ്പിക്കുവാൻ ലഭിച്ചതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തക്ക സമയത്ത് അനുഗ്രഹീതരായ ദൈവദാസന്മാരെയൊക്കെ ഒരുക്കി ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായും ദൈവത്തിന് നന്ദി അറിയിപ്പിക്കുന്നു. താൻ ഒരു അനുഗ്രഹീതനായ ബൈബിൾ ടീച്ചറാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. തുടർന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.എ. ഡേവിസ് കുന്നംകുളം പ്രാർത്ഥിച്ചാരംഭിച്ചാട്ട്. പാസ്റ്റർ കെ.എ. ഡേവിസ്, പ്ലീസ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സിൽ ഓൺലൈനായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾ ഏവരെയും സഹായിച്ചുവല്ലോ. ഇനിയും കർത്താവെ കടന്നു വരുവാനുള്ള തൻ്റെ മക്കളെല്ലാവരെയും കർത്താവോടൊന്ന് കൂട്ടിവരുത്തുമാറാകണം. ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ക്ലാസ്സുകൾ നടത്തുവാൻ തക്കമിടയായി കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് കരങ്ങളിൽ വഹിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് പ്രവർത്തിക്കുന്ന ലാലു സാറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സാഗ്വറി പാസ്റ്റർ സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ജോർജ് വറി സാറിനായി സ്തോത്രം. ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വർഗം അവിടുന്ന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. വചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ തുറന്ന് ഹൃദയത്തിൽ വചനം കൈക്കൊള്ളുവാൻ തക്കവണ്ണം, ഹൃദയത്തിൻ്റെ മാംസപലകൾ എഴുതുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ പകരേണ്ടതിനായി സ്തോത്രം. കർത്താവെ വചനം പഠിപ്പിക്കുന്ന എൻ്റെ ഭൃത്യനെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരിക്കൽ ഏൽപ്പിക്കുന്നു. ആത്മനിറവോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാക്കളെ വിവേചിച്ച് സംസാരിപ്പാൻ കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനെ നമുക്ക് ഇന്ന് ഇത് ഇങ്ങനെ ലഭിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് കഴിഞ്ഞ ദിവസം കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനാൽ താൻ റെസ്റ്റിലാണ്. താൻ ഇനി ഓഗസ്റ്റ് 7-ാം തീയതി വീണ്ടും നമ്മളോടൊപ്പം റീജോയിൻ ചെയ്യുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. തനിക്ക് അതിന് തുടർമാനമായ റെസ്റ്റ് വേണമല്ലോ കണ്ണിന്. അതുകൊണ്ട് അതിനുശേഷം തൻ്റെ ഏറ്റവും അടുത്ത ഒരുമിച്ച് പഠിപ്പിച്ച ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ജോർജ് വർഗീസ്. അവർ രണ്ടുപേരും വാകത്താനത്തുള്ള ടാബർനാക്കൽ ബൈബിൾ കോളേജിൽ ഒരുമിച്ച് പഠിപ്പിച്ച കാലഘട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ദൈവം തന്നെ സഹായിക്കട്ടെ. താനിപ്പോൾ ഫിലദൽഫിയയിൽ കുടുംബമായിട്ട് ആയിരിക്കുന്നു. താൻ നല്ലൊരു ബൈബിൾ ടീച്ചറാണ്. ദുബൈയിലുള്ള ഗിൽഗാൽ അല്ലേ പാസ്റ്ററെ? ബൈബിൾ കോളേജ്, ബിബ്ലിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് അവിടെ വളരെ ദീർഘവർഷക്കാലം താൻ സേവനമനുഷ്ഠിച്ചതാണ്. അതിനുശേഷമാണ് താൻ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തത്. തന്നെ നമുക്ക് ഇപ്രകാരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദോഹയിലുള്ള ഈ ഭവനത്തിലും വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കുറച്ചു കാലം ഒരുമിച്ച് താമസിപ്പാനൊക്കെ ദൈവം നടത്തിയ വഴികൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള 1 മണിക്കൂർ കർത്താവിന്റെ ദാസൻ ക്രിസ്റ്റോളജി തന്നെ ക്ലാസ് എടുക്കുവാനാണ് താൻ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിനായി അദ്ദേഹത്തെ വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജോർജ് വർഗീസ്, പ്ലീസ്. പ്രൈസ് ലോർഡ് ലാലു പാസ്റ്ററെ. ഈ അനുഗ്രഹീതമായ സുദിനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ എല്ലായിടത്തുമുള്ള ദൈവമക്കൾ ഒന്നിച്ച് അണിനിരക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലെ ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായി തീരുവാൻ ദൈവം എളിയവനും ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ ആണ്. ഒരു സ്നേഹിതൻ എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ഒരു മെൻറ്ററായിട്ട് ഞാൻ പറയുന്നത് പാസ്റ്റർ PG മാത്യൂസ് ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ നടക്കുന്ന ക്ലാസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ കർത്താവിൻ്റെ ദാസനോടും വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിനും വളരെ സന്തോഷകരമായി തീർന്നു. ലാലു പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നാട്ടിൽ ശുശ്രൂഷിക്കുവാൻ കുറച്ച് കാലങ്ങളിൽ ഇടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒന്നിലധികം പ്രാവശ്യം താമസിച്ച ചർച്ചിലും അവിടെ വിസിറ്റിംഗ് നടത്തുകയും താമസിപ്പാനും ആതിഥേയ മര്യാദകൾ ഒക്കെ അനുഭവിപ്പാനും ദൈവം ഭാഗ്യം ലഭിച്ചു തന്നു. തന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ എല്ലാ ചുമതലയും ഡയറക്റ്റ് ചെയ്യുന്ന
ഷാജി സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹവുമായി വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. അദ്ദേഹം കുവൈറ്റിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലൊക്കെ പോയി പ്രസംഗിച്ചു. ഡാളസിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലും പ്രസംഗിപ്പാനും ഞാൻ ഫ്ലോറിഡയിലെ ചർച്ച് പാസ്റ്ററായിരുന്നപ്പോൾ അവിടെ വരുവാനും ഇടയായിട്ടുണ്ട്. ഓർക്കുമെന്ന് വിചാരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ആരൊക്കെയാണ് ഈ ലൈനിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയാവുന്നവരും അല്ലാത്തവരും ഉണ്ടാവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയോടനുബന്ധത്തിൽ ബൈബിൾ പഠിപ്പിക്കലും സഭാ ശുശ്രൂഷയുടെ പരിപാലനത്തിലും 35 വർഷങ്ങൾ പിന്നിടുവാൻ ഇടയായി തീർന്നു. കേരളത്തിലും കുറേ കാലം 10 വർഷക്കാലം മിഡിൽ ഈസ്റ്റിലും, അത് 4 വർഷക്കാലം അമേരിക്കയിൽ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടു. ഇപ്പോൾ സഭയുടെ ചാർജില്ല. എബനേസർ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഫിലദൽഫിയയിലുള്ള ചർച്ചിൽ സംബന്ധിക്കുകയും അവിടുത്തെ ആത്മീയ കാര്യങ്ങളിൽ പങ്കാളികളായി തീരുകയും ചെയ്യുന്നു. ഞാൻ ആരാധിക്കുന്ന ഞങ്ങളുടെ ചർച്ചിലെ ഒരു മെമ്പർ ഇതിലുണ്ട്, ബ്രദർ അജു തോമസ്. അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്. ഇന്ന് ഇവിടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മുഖവര നീട്ടുന്നില്ല. മാത്യു സാറ് പഠിപ്പിച്ചത് എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. 2 ക്ലാസ്സുകൾ എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് ക്രിസ്റ്റോളജി എന്ന് പറയുന്ന വാക്കിൻ്റെ അറ്റേമിൻ്റെ അർത്ഥവും അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ 2 ക്ലാസ്സിൽ പറഞ്ഞു. ഇനിയും നമ്മളതിൻ്റെ തുടർച്ചയായിട്ടെന്നോണം ക്ലാസ്സിലേക്ക് വരികയാണ്. ഞാൻ സാവധാനത്തിൽ പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് നോട്ടുകൾ കുറിച്ച് എടുക്കാം, സ്ലൈഡുകൾ കാണാം. പോരാതെ ചില ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പ്രിയപ്പെട്ട ലാൽ സാർ പാസ്റ്റർക്ക് ഞാൻ അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിസ്ഥാനപരമായ പഠനമാണ് ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ബൈബിൾ കോളേജിലേക്കും കോർ സബ്ജക്റ്റ് തിയോളജി, ദൈവത്തെക്കുറിച്ച്, ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെക്കുറിച്ച്, ന്യൂമട്രോളജി, പരിശുദ്ധാത്മശാസ്ത്രം, ഈ 3 വിഷയങ്ങളും ദീർഘവർഷങ്ങൾ എടുക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദ ഡോക്ട്രിൻ ഓഫ് ദ സ്റ്റഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്ന ആ പിതാവായ ദൈവം കഴിഞ്ഞാൽ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന 2ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേത്ലഹേമിൽ ജനിച്ച ഒരു ക്രിസ്തുവിനെ അല്ല നമ്മൾ വിശ്വസിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ അവതാര പുരുഷന്മാരൊക്കെ ജനിച്ചതിന് ശേഷം നാളുകൾ കൊണ്ട് അവർ ആൾദൈവങ്ങളാകുകയോ ആക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ അല്ല. ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തോളം പഴക്കം ക്രിസ്തുവിന് ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് യേശു ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വം, ദ പ്രീ എക്സിസ്റ്റൻസ്. ഇംഗ്ലീഷിൽ പദം ഇങ്ങനെയാണ് പറയുന്നത്, ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വം. പിതാവ് എന്നുണ്ടായിരുന്നോ, പുത്രൻ അന്ന് ആ കാലഘട്ടങ്ങളിൽ പുത്രനും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ നാം പഠിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഇന്ന് യഹോവ വിറ്റ്നസ് അതുപോലുള്ള പല സഭക്കാർ യേശുവിനെ അല്ല ആരാധിക്കുന്നത്. ബൈബിൾ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും യഹോവയുടെ സാക്ഷികൾ, യഹോവയാണ് ദൈവം. യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ദൈവം പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒന്നാമത് പുത്രനെയാണ് സൃഷ്ടിച്ചത് എന്ന് അവർ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ ആദ്യത്തേത് ക്രിസ്തുവായിരുന്നു. അപ്പോൾ ക്രിസ്തു ഒരു സൃഷ്ടിയായിരുന്നു എന്നവർ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ വിപരീത ഉപദേശങ്ങളുടെ മധ്യത്തിൽ നാം ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു ക്രിയേഷൻ അല്ല, ഹീസ് ദ ക്രിയേറ്റർ. ദ ക്രിയേറ്റർ ഓഫ്. ഒരു വാക്യം ആരംഭമായി നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന വായിക്കാമോ? ഈ വായിക്കുവാൻ അസൈൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നിടെ വിട്ട് സൗകര്യം പോലോ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. കൊലോസ്യ ലേഖനം. സിംഹാസനങ്ങളാകട്ടെ
നക്ഷത്രങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലെ ജ്ഞാനവാദം എന്ന് പറയുന്ന അതിഭയങ്കരമായ ഒരു ഹെറിസി, വിപരീത ഉപദേശം നിലനിന്ന കാലത്ത് യേശുക്രിസ്തു ദൈവമാണ്, ആരാധിക്കാൻ യോഗ്യനാണ് എന്നുള്ളതും അന്നത്തെ കാലത്തെ ആ നോസ്റ്റിക് എന്ന് പറയുന്ന ഫിലോസഫിയെ ഖണ്ഡിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യലേഖനം എഴുതുന്നത്. അവിടെ പറയുന്നതാണ് ദൃശ്യവും അദൃശ്യമായ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ദൃശ്യമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അഗോചരമായ ആയിരം സൃഷ്ടികളുണ്ട്. നമ്മൾക്ക് വളരെ കുറച്ച് സൃഷ്ടികളെ കാണുവാൻ കഴിയുന്നുള്ളൂ. സോളാർ സിസ്റ്റം തന്നെ നക്ഷത്രങ്ങളെയോ അതുപോലുള്ള നക്ഷത്ര സമൂഹങ്ങൾ, ആകാശഗംഗ അതുപോലുള്ള എല്ലാത്തിനെയും നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൃശ്യമായതും അദൃശ്യമായിരിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ചതായ കർത്താവ്, അതാണ് കൊലോസ്യർ 1:16. എബ്രായ ലേഖനത്തിലെ 1:2 വാക്യം കൂടെ വായിച്ചോട്ട്. ഹീബ്രൂസ് 1:2. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. മതി. യേശുക്രിസ്തു ദൈവം ആണെന്ന് പറഞ്ഞു തുടങ്ങിയാണ് പൗലോസ് എഴുതിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആരായാലും ആ വാക്യത്തിൽ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകലത്തിനും അധികാരിയാക്കി വെച്ചു പിതാവായ ദൈവം പുത്രനെ. അപ്പോൾ പിതാവ് ദൈവമെങ്കിൽ പുത്രൻ ദൈവമാണ്, പുത്രൻ ദൈവമെങ്കിൽ പരിശുദ്ധാത്മാവും ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. യേശു സൃഷ്ടാവാണ്, നിത്യ ദൈവമാണ്. അതുമാത്രമല്ല, അടുത്തൊരു കാര്യം, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന്, കന്യകയിൽ ജനിക്കുന്നതിന് മുമ്പ് ക്രിസ്തു ഈ ഭൂമിയിലില്ലായിരുന്നു. പക്ഷേ ക്രിസ്തു മറ്റൊരിടത്തുണ്ടായിരുന്നു. എവിടെ? പിതാവിനോടുകൂടെ ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ടത്രേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വവും ഇപ്പോഴത്തെ ആസ്തിത്വവും ഇനിയും ഭാവിയിലുള്ള ആസ്തിത്വവും ചേർത്ത് 4-ാം വാക്യത്തിൽ പത്മോസ് ദ്വീപിലെ യോഹന്നാൻ എന്തു പറയുന്നു? 4 വായിച്ചാട്ട്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും. താങ്ക് യു. അപ്പോൾ അവിടെ പറയുന്നത്, ആമേൻ, ഇരിക്കുന്നവൻ വരുന്നവനും who is, who was, who is to come. ഒരിക്കൽ ഉണ്ടായിരുന്നു, ഇന്ന് ഉണ്ട്, നാളെയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന് ജനനത്താൽ ഒരാരംഭവും മരണത്താൽ ഒരവസാനവുമില്ല. ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് അതിനു മുമ്പേ ആസ്തിത്വം ഉണ്ടായിരുന്നു. ഭൂമിയിലേക്ക് വന്ന ഒരു തീയതിയാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് 1-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിലൂടെ ഇപ്പോൾ വായിച്ചാട്ട്. യോഹന്നാൻ 1:1, 2, 3. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും യോഹന്നാൻ പറയുകയാണ്, ഈ കാണുന്നതും കാണാത്തതും, ആമേൻ, സകല കാര്യങ്ങളും, ഓൾ തിങ്സ് വെയർ ക്രിയേറ്റഡ് ബൈ ഹിം. ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ എഴുതി തുടങ്ങുമ്പോൾ അവിടെ പറയുകയാണ്, സകലതും യേശു അല്ലെങ്കിൽ ലോഗോസ് വചനം മുഖാന്തരം ഉളവായി. ആമേൻ. ഉളവായത്, സൃഷ്ടിച്ചതൊന്നും ക്രിസ്തുവിനെ കൂടാതെ സൃഷ്ടിച്ചതല്ല. നത്തിങ് വാസ് ക്രിയേറ്റഡ്. ആമേൻ, ആമേൻ, എക്സെപ്റ്റ് ജീസസ്. യേശുവിനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ക്രിസ്തുവിൻ്റെ ആസ്തിത്വമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ബൈബിൾ വ്യക്തമായിട്ട് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ യേശുവിനെ യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ലോഗോസ് എന്നാണ്. ഗ്രീക്ക് പദം ആണ് ലോഗോസ് എന്ന പദം. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വചനം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദമാണ്. വചനം എന്നുള്ളതിന്
2 ഗ്രീക്ക് പദങ്ങളാണ് ഉള്ളത്. ഒന്ന് ലോഗോസ് എന്നുള്ള ഒരു പദവും 2 റേമ എന്നുള്ള പദവും. ലോഗോസ് എന്ന് പറയുന്ന പദം പറയപ്പെട്ട, സംസാരിക്കപ്പെട്ട, അല്ലെങ്കിൽ യേശു പറയാൻ രോഗം സൗഖ്യമാകട്ടെ, പ്രപഞ്ചത്ത് പറയാം ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ശബ്ദമാണ് ഈ ലോഗോസ് എന്ന് പറയുന്ന, അതിൽ ദൈവത്വം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവത്തിൻ്റെ ശ്വാസത്തിന് ദൈവത്തോളം പവറുണ്ട്. ദൈവത്തിന് സൃഷ്ടിക്കുവാനുള്ള അധികാരവും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിനും സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുവാനും എന്തും കൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്തും സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ ഒരു സംശയമില്ല, വെളിച്ചമുണ്ടായി. അപ്പോൾ ഓരോ കാര്യങ്ങളെയും സൃഷ്ടിയിൽ കാണും. അങ്ങനെയെങ്കിൽ ലോഗോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയപ്പെട്ടതായ, സംസാരിക്കപ്പെട്ടതായ വാക്ക് എന്നാണ്. എന്നാൽ റേമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിപദത്തിലേക്ക് വന്നതായ ആക്ഷൻ. രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു കർത്താവ്, കൽപ്പിച്ചു. ആ വ്യക്തിക്കകത്ത് വചനം ചെന്നു. വചനം ചെന്നതിന് ശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നിട്ട് എന്ത് ചെയ്തു? അത് റേമയായിട്ട് മാറി. അതായത് വാക്ക്, വചനം, അത് പ്രവൃത്തിയായിട്ട് മാറി. മറിയാമിൻ്റെ ഉദരത്തിൽ സംഭവിച്ചത് എന്താ? ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് പറഞ്ഞ വാക്ക് മറിയ എപ്പോൾ ഏറ്റെടുത്ത് വിശ്വസിച്ചോ അപ്പോൾ ആ വാക്ക്, അല്ലെങ്കിൽ മറിയോട് സംസാരിച്ചതായ ആ ദൂത് ആ മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി തീർന്നു. അപ്പം ശിശുവായി തീർന്നതാണ് റേമ എന്ന് പറയുന്ന വചനത്തിൻ്റെ ഭാഗം. പറഞ്ഞതാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. ഞാൻ ഇനി ആ ലോഗോസ് എന്നുള്ള പദം അന്നത്തെ കാലത്ത്, അതായത് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത്, യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയ കാലഘട്ടത്തിൽ ഈ ലോഗോസ് എന്ന പദത്തിന് വളരെ വളരെ അർത്ഥമുണ്ടായിരുന്നു. ഫിലോസഫിക്കലായിട്ടൊരു വാക്കായിരുന്നു അത്. തത്വചിന്തകന്മാരുടെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ധാരണയായിരുന്നു അന്ന് ലോഗോസ്. അന്നത്തെ കാലത്ത് നമുക്കറിയാം സോക്രട്ടീസ് മുതലുള്ള ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പേ ആ ഫിലോസഫേഴ്സ് എല്ലാം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല. ദൈവം എന്ന് പറയുന്ന വ്യക്തിത്വം അന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്താണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്ന ഒരു ലോഗോസ് ആയിരുന്നു. ആ ലോഗോസിൽ നിന്നാണ് യേശുവിൻ്റെ കാലത്ത് ഗ്രീക്കുകാർക്കും യഹൂദന്മാർക്കും ലോഗോസ് എന്തായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ആ പദം തന്നെ ഫിലോസഫിക്കൽ വേർഡ് കടമെടുത്ത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ലോഗോസ്. പക്ഷേ അന്ന് ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് ലാംഗ്വേജ് ഇതെല്ലാം വളരെ ശക്തമായി നിലനിന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള എല്ലാ വ്യക്തികൾക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കൺസെപ്റ്റ്, വ്യക്തിയല്ല, ഒരു കൺസെപ്റ്റ്, അത് എന്തായിരുന്നു? ലോഗോസ് ആയിരുന്നു. ബ്രഹ്മാണ്ഡത്തെ നിയന്ത്രിക്കുന്ന നിയമം, അത് ലോഗോസ്. ദൈവത്തിൻ്റെ ബുദ്ധി, അത് ലോഗോസ്. ദൈവത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ, അത് ലോഗോസ് ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സർവ വിശ്വത്തിൻ്റെയും ഒരു ആത്മാവ്, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഒരു രൂപരേഖ, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് അന്നത്തെ കാലത്ത് വിശ്വസിച്ച കാലഘട്ടത്തിലാണ് ഈ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ ആ ഗ്രീക്കിലാണല്ലോ എഴുതുന്നത്. ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, വചനം ഉണ്ടായിരുന്നുള്ളിടത്ത് ലോഗോസ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു, അവൻ മനുഷ്യനായി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗ്രീക്കുകാർ അന്വേഷിച്ചിരുന്ന ദൈവിക ബുദ്ധി, ആ കൺസെപ്റ്റ് ഒരു വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൂടെ യോഹന്നാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, യഹൂദന്മാരും യവനന്മാരും ഒരു രക്ഷകനായിട്ട് അന്ന് കാത്തിരുന്നു. നിങ്ങൾക്കറിയാം, വിദ്വാൻമാർ അവിടെ യേശുവിനെ കാണാൻ വന്നു. അവരൊന്നും യഹൂദന്മാരല്ല, ശാസ്ത്രജ്ഞന്മാർ. ആകാശ നക്ഷത്രകാലങ്ങളുടെ ഗതികളെയും വിഗതികളെയും ആകാശത്ത് നോക്കി പഠിക്കുന്ന അന്നത്തെ കാലത്ത്, ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടെലസ്കോപ്പ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട്
അവർക്ക് കാണാവുന്ന നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അവർ സ്റ്റാർ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ, ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ഒരത്ഭുത നക്ഷത്രം കണ്ടപ്പോൾ അത് അവർ ശ്രദ്ധിച്ചു. ആ നക്ഷത്രം സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച നക്ഷത്രത്തെ അവരനുഗമിച്ചു. ആ നക്ഷത്രം അവരെ കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചു. അതിൽ നിന്നൊരു വാക്ക് എനിക്ക് പറയാനുള്ളത്, എത്ര ശാസ്ത്രജ്ഞന്മാരായാലും ആ ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് നിങ്ങൾ യാത്ര തുടങ്ങിയാൽ തീർച്ചയായിട്ടും യേശുവിനെ നമസ്കരിച്ചിട്ടേ നിങ്ങൾ പോകത്തുള്ളൂ. ശാസ്ത്രം അന്നത്തെ കാലത്ത് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ ആ ശാസ്ത്രജ്ഞന്മാരുടെ വരവ് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ വചനം വിശുദ്ധയായ ഒരു കന്യകയിൽ വചനമായി, വാക്കായി, മനുഷ്യനായി ജഡാവതാരമെടുത്തു. അതത്രേ. 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കുമോ? 1:14. ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാത ഗോഡ് ടാബർനാക്കിൾഡ്, ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു. ഞാൻ ഇനിയും ഈ 3-ാമത്തെ സ്ലൈഡിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ചിന്താവിഷയം യേശു ക്രിസ്തുവിന്റെ മുൻ ആസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ബേത്ലഹേമിൽ ജനിച്ചൊരു കുഞ്ഞായിട്ട് അല്ല, യുഗങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അല്ല സൃഷ്ടാവായ ദൈവത്തോടു കൂടെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തിരുന്നു യേശുവും ആ സൃഷ്ടികർമ്മത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രേ പറഞ്ഞത്, ഉളവായതൊന്നും ഉണ്ടാക്കിയതൊന്നും യേശുവിനെ കൂടാതെയല്ലെന്ന് യോഹന്നാൻ തീർത്ത് പറഞ്ഞിരിക്കുന്നു, ഒരു സംശയം കൂടാതെ. അങ്ങനെയെങ്കിൽ ഈ ഉളവാക്കിയ സമയത്തെ ഉൽപ്പത്തി 1:1 നമുക്കൊന്ന് പോകണം. അവിടെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ 1-ാമത്തെ വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മനപ്പാടമാണ് എങ്കിലും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. മതി, നമുക്ക് അത്രയും മതി. നിങ്ങൾ ശ്രദ്ധിക്കണേ, വേദപുസ്തകം ഇന്ന് തൃത്വം എന്ന് പറയുന്നത് തെറ്റായ ഉപദേശമാണെന്നും തൃത്വം ഇല്ല എന്നും വാദിക്കുന്ന ആളുകളോട് ആരെങ്കിലും അതിന് സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് സകല പഴുതും അടച്ച് ഈ വാക്യത്തിൽ കൂടെ തീർത്ത് 100% തീർത്തു പറയുകയാണ്. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തൃത്വം ഉണ്ട്. അതായത് ആദിയിൽ എബ്രായ ഭാഷയിൽ ആണല്ലോ പഴയ നിയമം എഴുതിയത്, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ. എബ്രായ ഭാഷയിൽ പഴയ നിയമം എഴുതിയപ്പോൾ ആദിയിൽ ദൈവം, ബർഷിത് എലോഹിം ബാറ. അപ്പോൾ ആദിയിൽ ബർഷിത്, അത് നമുക്ക് ചിന്തിക്കണ്ട. എലോഹിം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. എലോഹിം എന്ന പദത്തിന്റെ അർത്ഥം ബഹുവചനമാണ്. ദൈവത്തിന്റെ നാമം ഏകവചനമായിട്ട് പറയുമ്പോൾ എപ്പോഴും ആ ബഹുവചനമായ എലോഹിമിന്റെ സിംഗുലർ രൂപമാണ് ഏൽ എന്ന പദം. ഏൽ എന്ന് പറഞ്ഞാൽ സിംഗുലർ ദൈവത്തെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, എലോഹിം എന്ന് പറയുന്നത് ദൈവങ്ങൾ നല്ലേ തർജ്ജമ ചെയ്യേണ്ടത്? അതെ, നിങ്ങളുടെ ചോദ്യം ഉത്തരം ശരിയാ. പക്ഷേ വേദശാസ്ത്രിമാർ ഇത് തർജ്ജമ ചെയ്തപ്പോൾ ദൈവങ്ങൾ എന്ന് മനഃപൂർവ്വമായിട്ട് പറയാതിരുന്നതാ. അർത്ഥം അത് സർവശക്തന്മാർ എന്നാണ് അതിന് തർജ്ജമ ചെയ്യേണ്ടത്. അങ്ങനെ സർവശക്തന്മാർ എന്നൊരു പദം ഉൽപ്പത്തി 1:1 വന്നാൽ നമ്മൾ ഹിന്ദുക്കളോടും മറ്റുള്ളവരോടും ഏകദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുന്നതിൽ 1-ാം വാക്യം കൊണ്ട് തന്നെ ലോകത്തിലെ മതങ്ങൾ മുഴുവനും നിങ്ങൾക്കും ഉണ്ടല്ലോ. നിങ്ങൾ ഉൽപ്പത്തി 1:1 സർവശക്തന്മാർ എന്നല്ലേ പറയുന്നത്, ഒത്തിരി ഉണ്ടല്ലോ ദൈവം എന്ന് പറയും. അതുകൊണ്ട് വേദശാസ്ത്രിമാർ മറ്റുള്ളവരുടെ പറയുന്നതിൻ്റെ അകത്തെ ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ദൈവങ്ങൾ സർവശക്തന്മാർ എന്ന് തർജ്ജിമ ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏൽ എന്ന് പറഞ്ഞു കഴിയുന്നത് സിംഗുലർ. ഏലോഹീം എന്ന് പറയുന്ന പദത്തിൽ ഒന്നിലധികം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഉണ്ട്. അപ്പോൾ ആദിയിൽ ഏലോഹീം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെങ്കിൽ യേശു ആ സൃഷ്ടികർമ്മത്തിൽ ഉണ്ടായിരുന്നു. ഞാനിവിടെ സ്ലൈഡിൽ കൊടുത്ത് നിങ്ങൾ നോക്കണം. യഹൂദന്മാരെ പേരുകൾ ഇടുമ്പോൾ ഒന്നുകിൽ ആ പേരിന്റെ അവസാനം ഏൽ നിടും. സാമുവേൽ, ദാനിയേൽ. ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, ഏൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം. ബേത്ത് ഏൽ, ബെയ്ത്ത് ഏൽ, ബെയ്ത്ത് എന്നാ പറയുന്നത്. ബെയ്ത്ത് ഏൽ എന്നാ നമ്മൾ ബേതേലിന് സ്പീഡിൽ പറയുന്ന. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവസാനം അവർക്ക് അല്ലെങ്കിൽ ആരംഭത്തിൽ ഏൽ വരും. യഹൂദന്മാരുടെ പേര് എലൈഷ, എലിമേലക്ക്,
എൽക്കാന, എളയാസർ, എലിസബത്ത്, ഇങ്ങനെയുള്ള പദങ്ങൾ. അപ്പോൾ ഈതർ സ്റ്റാർട്ടിങ് ഫ്രം എൽ ഓർ എൻഡിങ് ഇൻ എൽ, അവർക്ക് അവരുടെ പേരുകളിലൊക്കെ അതുണ്ട്. അപ്പോൾ ഏൽ എന്ന് പറയുന്നത് സിംഗുലർ രൂപത്തിൽ ദൈവത്തിൻ്റെ പദമാണ്. പക്ഷെ ഉൽപ്പത്തി 1:1 അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദിയിൽ ദൈവം എന്നുള്ളിടത്ത് ഇത് പദം കൊടുത്തിരിക്കുന്നു. അത് നാം മുമ്പ് വായിച്ചതാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ നത്തിങ് വാസ് ക്രിയേറ്റഡ്, ആമേൻ, വിത്തൗട്ട് ഹിം നത്തിങ് വാസ് ക്രിയേറ്റഡ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജനിക്കുന്നതിനും യുഗങ്ങൾക്ക് മുമ്പ് പിതാവിനോടൊപ്പം സമനും സമമായിരിക്കുന്ന അധികാരവും സമമായിരിക്കുന്ന എല്ലാ പദവികളും, പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നത് തൃത്വത്തിൻ്റെ ക്ലാസ് അല്ല ഇത് എന്നെനിക്കറിയാം. പിതാവ് പുത്രനെ വിളിക്കുന്നത് ദൈവമെന്ന, പുത്രൻ പിതാവിനെ വിളിക്കുന്നത് ദൈവമെന്ന, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന ദൈവമെന്ന, പരിശുദ്ധാത്മാവും പുത്രനെയും പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്നു. പരസ്പരം ഈ മൂന്ന്, അത് ത്രിയേക ദൈവം, മൂന്നിൽ ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, യേശു ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വത്തെ വ്യക്തമായി പറയുന്ന യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പദം ശ്രദ്ധിക്കണേ. 17 യോഹന്നാൻ 17:5 വാക്യം വായിച്ചോട്ടെ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നിത്യതയിൽ പിതാവിനോടൊപ്പം ലോകം, പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന അതിന് കോസ്മോസ്, യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ അല്പഭാവമൊന്നുമല്ല. യൂണിവേഴ്സ് നമ്മളാരും കണ്ടിട്ടില്ല. കടൽ തീരത്തെ സമുദ്രത്തിൽ കടൽ തീരത്ത് എത്ര മണൽത്തരികളുണ്ടോ ആർക്കെങ്കിലും എണ്ണാൻ കഴിയുമോ? എണ്ണാൻ കഴിയത്തില്ല. അത്രയും തന്നെ മണൽത്തരികൾ, നക്ഷത്രങ്ങൾ ആകാശഗംഗയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അതെന്നാ കണ്ടുപിടിച്ചത്? ശക്തിയേറിയ ടെലസ്കോപ്പുകൾ കണ്ടുപിടിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. എന്നാൽ ഇതൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യഹോവയായ ദൈവം ഏബ്രഹാമിനെ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കി, മോനെ നീ മോളോട്ടൊന്ന് നോക്കിയേ, ക്യാൻ യു കൗണ്ട് ദ സ്റ്റാർസ്? നിന്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മണൽത്തരി. അപ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം മണൽത്തരികളോളം ഉണ്ട് ആകാശത്തിൽ എന്നുള്ള ആ കമ്പാരിറ്റീവ് സ്റ്റഡിവ് ആദ്യം നടത്തിയ ശാസ്ത്രജ്ഞൻ ദൈവം തന്നെയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ശാസ്ത്രജ്ഞന്മാർ പിന്നെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിത്യതയിൽ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരാം, 5-ാം വാക്യം. യോഹന്നാൻ ഇങ്ങനെയുള്ളവരതെന്തോ 58 അബ്രഹാം, അത് എഴുതി തെറ്റാണെന്ന്. അബ്രഹാം ജനിക്കുന്നതിന് പറയുന്നു. എത്ര വാക്യം? അത് എത്ര വാക്യം? 58-ാം വാക്യം. വായിച്ചോട്ടെ. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരു അസംബന്ധമാ! യഹൂദന്മാർ കല്ലെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വല്യപ്പന് മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെയാ അതിന്റെ കാര്യങ്ങൾ. സ്തോത്രം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വലിയ പൂപ്പൻ അബ്രഹാമല്ലേ തുടങ്ങുന്നത് നിങ്ങളുടെ വംശാവലി. അദ്ദേഹത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വം. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ സംശയമില്ല എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുൻ ആസ്തിത്വം. ഭേദഗതി ജനിച്ച ക്രിസ്തു അതോടുകൂടെ ചരിത്രം തുടങ്ങുകയല്ല. ആമേൻ. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ജീവചരിത്രം തുടങ്ങുന്നത് ജനിച്ച അമ്മ പ്രസവിച്ച ആ ദിവസമാണ് ആ ജീവചരിത്രം തുടങ്ങുന്നത്. എന്ന് തീരും? മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തീരും. അതല്ലാതെ ഒറ്റ ജീവചരിത്രവും പ്രപഞ്ചത്തിലില്ല. ജനനം മരണത്തിൻ്റെ അകത്താ. എന്നാൽ ക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പേ വേദപുസ്തകത്തിലെ ചരിത്രം അതുപോലെ ഉണ്ടായിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിന് ചരിത്രമുണ്ടായിരുന്നു. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു. ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ചത് മരിച്ചതിന് ശേഷമാണ്. ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചുയർത്തതിന് ശേഷം യേശു ചെയ്തത്. അപ്പോൾ ജനനത്തിന് മുമ്പേ ചരിത്രമുള്ളവൻ ജീവിച്ചിരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ അകത്ത് കടന്നു വന്ന ചരിത്ര പുരുഷൻ, മരിച്ചതിന് ശേഷം ചരിത്രം സൃഷ്ടിച്ച ഇനിയും വരാൻ പോകുന്ന കർത്താവ്. ഈ 3 നിലകളിൽ നമുക്ക് കർത്താവിനെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ള ഈ ചരിത്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ ചരിത്രം എന്നാ. ഹിസ്റ്ററി. വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്
അധികം His സ്റ്റോറി. ഹിസ് സ്റ്റോറി. ഹൂ സ്റ്റോറി? ഒരു ചോദ്യം. ഹിസ് പ്ലസ് സ്റ്റോറി, ഹിസ്റ്ററി. ആമേൻ. എന്താ അത് പറയാൻ കാര്യം? ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് വെട്ടിമുറിച്ചത് ഏബ്രഹാം ലിങ്കണോ, ഡൊണാൾഡ് ട്രംപോ, ശ്രീനാരായണ ഗുരുദേവനോ, മഹാത്മാഗാന്ധിയോ അല്ല. ലോക ചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ച് AD എന്നും ആനോ ഡൊമിനി എന്ന് പറയുന്നു, ബിഫോർ ക്രൈസ്റ്റ്. ആമേൻ. ദി ഇയർ ഓഫ് അവർ ലോർഡ്. ഇത് രണ്ടും ഇടയ്ക്ക് യേശു ക്രിസ്തുവാണ് ചരിത്രത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ചരിത്ര പുരുഷൻ. ഒരിക്കലും നിഷേധിക്കാൻ ആവാത്ത ചരിത്ര പുരുഷൻ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അകത്ത് യേശു ഉണ്ട്. ഉണ്ടോ? നിങ്ങളുടെ ക്രെഡൻഷ്യലിലോ സർട്ടിഫിക്കറ്റിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ തന്നിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേർഡ് ആകട്ടെ, നിങ്ങളുടെ ID ആകട്ടെ, എല്ലായിടങ്ങളും പ്രധാനം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് വിളിച്ചറിയിക്കുന്നു? അല്ലെങ്കിൽ ഇന്നത്തെ തീയതി എന്ത് യേശു ഇല്ല എന്ന് പ്രസംഗിക്കുകയും നിരീശ്വരവാദികൾ യുക്തിവാദികളും ശക്തമായിട്ട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ അവർ എഴുതുന്ന ലെറ്റർ ഹെഡിന്റെ, കത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു തീയതി ഇടും. എന്നിട്ടാണ് പറയുന്നത് ക്രിസ്തു ജീവിച്ചിരിപ്പില്ല എന്ന്. നമ്മൾ ഒരു കോൺഫറൻസ് കൂടി തീരും. അതെ, നമ്മളൊരു പ്രമേയം പാസ്സാക്കാൻ പോവുക. അതിനുള്ള യുക്തികൾ നിങ്ങൾ എല്ലാവരും വന്ന് പറയണമെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രസിഡന്റ് ഒരു കത്ത് അയക്കുകയാണെന്ന് വിചാരിക്കുക. ആ കത്തിൻ്റെ മുകളിൽ ഒരു പ്ലേസും ഒരു ഡേറ്റും ഉണ്ട്. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ആ കത്തിന്, പറയാൻ പോകുന്ന കത്തിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന തീയതി എന്താ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു ലോകത്തിൽ വന്നിട്ട് ഇത്ര നാളുകളായെന്ന തീയതി. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ the eternal creator Jesus existed before time began. നിങ്ങൾ ശ്രദ്ധിക്കണം. സമയം തുടങ്ങുന്നതിന് മുമ്പേ ക്രിസ്തു ഉണ്ടായിരുന്നു. സമയം തുടങ്ങുന്നതിന് മുമ്പേ. സ്ഥലം, ദൈവം സ്ഥലത്തിനും കാലത്തിനും സമയത്തിനും പദാർത്ഥങ്ങൾക്കും അതീതനാ. God cannot be limited in space. അതുകൊണ്ടാണ് പറയുന്നത് അത്യുന്നതനായ ദൈവം പ്രപഞ്ചത്തിലെ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുണ്ടാക്കിയ അമ്പലത്തിലോ മോസ്കിലോ പള്ളിക്കകത്തോ എൻ്റെ തമ്പുരാൻ വാസം ചെയ്യുന്നില്ല. എൻ്റെ കർത്താവ് വാസം ചെയ്യുന്നത് കൈകൊണ്ട് മണ്ണുകൊണ്ട് കുഴച്ച് മൂക്കിൽ ജീവശ്വാസം മതി വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാരുടെ അകത്താണ് യേശു ജീവിക്കുന്നത്. സ്തോത്രം. ആമേൻ. അക്ഷരീയമായിരിക്കുന്ന കെട്ടിടങ്ങളിൽ അല്ല. നിങ്ങൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗാഡ്. ഞാൻ ഇവിടേക്ക് വരട്ടെ. അപ്പോൾ ദൈവം സ്ഥലം, കാലം, സമയം, മാറ്റർ എന്നിവയ്ക്ക് അതീതനാണ്. ദൈവത്തിന് ടെൻസ് ഇല്ല, കാലങ്ങളില്ല. ദൈവത്തിന് ഭൂതകാലമില്ല. കാരണം എന്നാ? ഇന്ന് അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്ന എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വറീഡ് ആവുകയാണ്. എന്താ വരാൻ പോകുന്നതിനെ കുറിച്ച്. പക്ഷേ ദൈവത്തിന് ആരംഭത്തിൽ തന്നെ അവസാനം സംഭവിക്കാനുള്ളത് അറിയാം. അതുകൊണ്ട് ദൈവത്തിന് ഇന്നലെ ഇല്ല, ദൈവത്തിന് നാളെ ഇല്ല, ദൈവത്തിന് ഇന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും സെയിം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്ഥലത്തിനോ കാലത്തിനോ മാറ്ററുകൾക്കോ ലിമിറ്റ് ചെയ്യാൻ കഴിയും. കാലം, സമയം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളവനാണ്. കാല അതീതൻ. ഗോഡ് ഈസ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ടൈം. നമുക്കറിയാം, നമുക്കെല്ലാം എത്രയോ ടൈം സോൺ ഉണ്ട്. അമേരിക്ക തന്നെ 3-4 ടൈം സോൺ ഉണ്ട്. റഷ്യയിലുണ്ട് 10-ലധികം ടൈം സോൺ ഉണ്ട്. രാജ്യം വിസ്തൃതമാകുന്നതിനനുസരിച്ച് ടൈം സോൺ മാറും. കാലിഫോർണിയയിൽ ഞാൻ ഇരിക്കുന്ന ഫിലദൽഫിയയിൽ 4 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഡാളസിൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. കാനഡയിൽ ഞാൻ ഇരിക്കുന്നിടത്ത് 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വ്യത്യാസം, ഇന്ത്യയിലെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് സങ്കല്പമാണ്. ടൈം എന്ന് പറയുന്ന ഒന്നും ഇല്ല. നമ്മൾ സൗരയൂഥത്തിൻ്റെ കീഴിൽ താമസിക്കുന്നതുകൊണ്ട് ആ ടൈം. ദൈവം ഈ സൂര്യ അന്തരാദികൾക്ക് അപ്പുറത്തായിരിക്കുന്നതുകൊണ്ട് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ്റെയും ടൈമോ സീസണോ കാലമോ ദൈവത്തെ. അപ്പം ഇപ്പോൾ എനിക്കിവിടെ 12 മണിയായി, ഉച്ചയ്ക്ക് 6 മിനിറ്റുമായി. നമുക്കൊരു ചോദ്യം ചോദിക്കാം.
ദൈവത്തിന് എന്തോ ദൈവമേ അങ്ങയുടെ സമയം എന്തുവാ? ദൈവത്തിന്റെ വാച്ചിലെ സമയം 0. സമയമില്ലാത്തവനാ എന്ന് പറയാൻ ബിസി എന്നല്ല. അപ്പോൾ അവിടെ നമ്മൾ പറയും അത് ദൈവം അങ്ങനെയുള്ള ദൈവമാണ് എന്ന് കാണാൻ കഴിയും. 90-ാം സങ്കീർത്തനം 2-ാം വാക്യം ഒന്ന് വായിച്ചോട്ട്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ആ. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ ആ. അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. കണ്ടോ, ദൈവം എന്ന് മുതലാ? ഇന്ന് ലോകത്തിൽ കാണുന്ന പല ആൾ ദൈവങ്ങളും അവർ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആക്കിയതാ. ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്കെല്ലാം അറിയാം. അവരെല്ലാം ആക്കിയതാ ദൈവങ്ങളായി. ഒരു ദൈവമല്ല. എന്നാൽ ഈ പർവ്വതങ്ങൾ രൂപം നൽകുന്നതിന് മുമ്പ്, ഭൂമിയും അതുള്ളത് മുഴുവൻ നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദിയായും ശാശ്വതമായും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. നിങ്ങളുടെ കൈകളിൽ ഈ പഠനത്തിന് ഒരു മലയാളം ബൈബിളിനോട് ചേർത്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് ഒരാൾ ചോദിക്കുന്നതിനേക്കാൾ ഒരു ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഒന്നിച്ചുള്ളത് നല്ലതാ പഠനത്തിന്. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. പക്ഷേ എന്താ പറയുന്നത്? അവർ ഗാഡ് ഈസ് എ ഗാഡ് ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. അനാദി എന്ന് പറഞ്ഞാൽ എന്താ? ആദിയില്ലാത്തവൻ ഇല്ലേ? ആരും അതാ ഇംഗ്ലീഷിൽ എടുത്തോ? അത് ഉണ്ടെങ്കിൽ വായിക്കുക. From everlasting to everlasting, you are God. കണ്ടോ, ആ. നമ്മുടെ ദൈവം നമ്മുടെ വലിയ പൂപ്പനൊക്കെ ജനിക്കുന്നതിനും പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനുമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ഈ ദൈവം എൻ്റെ ദൈവം. ദൈവമേ എന്ന് വിളിക്കുവാൻ ചങ്കൂറ്റത്തോടെ, സംശയമില്ലാതെ, മണ്ണാങ്കട്ടയോ മരമുട്ടിയോ കൽക്കഷണത്തിൻ്റെയോ ആമേൻ ദൈവം നേരിട്ട് വിളിക്കുന്നതല്ല. എന്നെ ഈ കാണുന്നതും കാണാത്തതും എന്നെയും സൃഷ്ടിച്ച് മൂക്കിൽ ബ്രത്ത് തന്ന് ജീവശ്വാസം തന്ന ആ ദൈവം, ഞാൻ മരിച്ചാലും ആ ദൈവത്തിൻ്റെ അടുക്കലോട്ടാണ് പോകുന്നത്. ഞാൻ ജീവനോടിരുന്നാലും ആ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ. നമ്മളിതെല്ലാം പ്രമേയമുണ്ടാക്കി പാസ്സാക്കുകയല്ല. ഇതെല്ലാം ദൈവവചനത്തിൽ നിന്നാണ് അതിൻ്റെ തെളിവ്. ദൈവത്തെ പഠിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്. നിങ്ങൾ സൂര്യനെ കാണുന്നത് വലിയ ഒരു ഫ്ലാഷ് ലൈറ്റ്, 1 കിലോമീറ്റർ ദൂരം വരെ ലൈറ്റ് പോകുന്ന വലിയ ഫ്ലാഷ് ലൈറ്റ് കിട്ടും. അമേരിക്കയിൽ കിട്ടും, മിഡിൽ ഈസ്റ്റിലൊക്കെ കിട്ടും. ഒത്തിരി ലോങ് ആയിട്ട് എൻ്റെ പ്രകാശം പോകും. നിങ്ങൾക്ക് സൂര്യനെ ഒന്ന് കാണണമെങ്കിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് എടുത്തല്ല, സൂര്യനെ കാണുന്നത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണത്രേ. അതുകൊണ്ട് ദൈവത്തെ അറിയുന്നത് ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടാണ്. ടെസ്റ്റ് ട്യൂബിലോ ലാബറട്ടറിയിലോ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കകത്ത് തെളിയിക്കുന്ന ഒരു ദൈവമല്ല. കാരണം പരീക്ഷണ നാളിയിലോ ലാബറട്ടറിയിലോ തെളിയിക്കുന്ന ദൈവത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. തെളിയിക്കപ്പെടാൻ കഴിയുന്ന ഒരു ദൈവമല്ല. എൻ്റെ ദൈവത്തെ വാക്കുകൊണ്ടോ മറ്റൊന്നും കൊണ്ടോ തെളിയിക്കാൻ കഴിയാത്തതാണ് ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ചോദിക്കും, ഒന്ന് തെളിയിച്ച്. നമുക്കിന്ന് 10 ആർഗ്യുമെന്റ്സ് പറയാനുണ്ട്. ഹൗ ടു പ്രൂവ്. ഈ തിയോളജി പഠിക്കുമ്പോൾ ആദ്യത്തെ ഇതാണ് ഹൗ ടു പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇങ്ങനെ കുറേ കോസ്മോളജിക്കൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഒരു 10 ഉണ്ട്. നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കും എന്തായാലും. അപ്പോൾ അതിൻ്റെ അകത്ത് ലോജിക്കലായിട്ടും ഒക്കെ ഉണ്ട്, പലതുമുണ്ട്. ആ നിരീക്ഷണങ്ങൾ കൊണ്ടല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത്, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ലക്ഷണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ 2 വാക്യങ്ങൾ അത് ഇംഗ്ലീഷിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ നോക്കിയിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും. വയോധികൻ അല്ലേ? എന്തായിരുന്നു അവിടെ പറയുന്നത് പദം മലയാളത്തിലെ? വയോധികൻ. 21-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? വയോധികൻ. ഈ പുസ്തകം നിങ്ങളൊരു ഹിന്ദുക്കളുടെയിലോ മുസ്ലിങ്ങളുടെ കൊടുത്താൽ അവരറിഞ്ഞോ അറിയാതെ വാക്യം വായിച്ചാൽ വടി കൊടുത്ത് അടി വാങ്ങിക്കുക. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങളുടെ ദൈവത്തിന് പ്രായമായി പുള്ളി നരച്ചു പല്ലൊന്നുമില്ല, വയ്യാതിരിക്കുക, മരുന്നോ എല്ലാം വാങ്ങിച്ചു വിടെ. പുള്ളിക്ക് BP യോ അസുഖമൊക്കെ അപ്പച്ചനെ പോലും വടി പിടിച്ച്
നോ നെവർ. ഞാൻ എൻ്റെ അടിക്ക് സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ശരിയായ തർജ്ജമ എന്താ? ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കുമോ? എന്താ അവിടെ? As I watched, this horn was ആ waging war against the holy people and defeating them. ആൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നുള്ള Ancient of അത് days നെക്സ്റ്റ് took his seat. 2022 until the ആ ancient of days came ഓക്കെ, and ദാറ്റ്സ് ഇനഫ്. pronounced. 22 ഇല്ല ഇംഗ്ലീഷിൽ. Yeah. ഇംഗ്ലീഷിൽ 22 ഇല്ല. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. നിങ്ങൾക്കെല്ലാം ഈ സിമ്പിൾ വാക്കുകൾക്കറിയാം. അതിൻ്റെ അർത്ഥം ശരിയായ തർജ്ജമ ദിവസങ്ങൾക്ക് മുമ്പുള്ളവൻ, ഏജ് കൊണ്ട് ലിമിറ്റ് ചെയ്യാത്തവൻ, ഏജിങ് ഇല്ലാത്തവൻ. അതുകൊണ്ട് നിങ്ങൾ ആ വാക്യത്തിനടിയിൽ അടിവരയിടുകയും മറ്റുള്ളവരോട് ഇത് പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എൻ്റെ ദൈവം വല്യപ്പനല്ല, ദൈവം മരിച്ചുപോയില്ല, ദൈവത്തിന് പ്രായമായില്ല, ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് അതീതൻ, കാലങ്ങൾക്കകത്ത് ദൈവത്തെ ഒതുക്കുവാൻ കഴിയാത്ത കാല അതീതനായ സർവശക്തനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാനുള്ള കാലത്തിൽ ഏതോ അങ്ങനെ ആദിയിൽ ദൈവം എന്ന് നമ്മൾ ഉൽപ്പത്തി കണ്ടല്ലോ. അപ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ എന്താ? ഇൻ ദ ബിഗിനിങ് എന്ന ഇംഗ്ലീഷിൽ, എബ്രായ ഭാഷയിൽ ബർഷിത്ത് എന്ന് പറയുന്നു, എന്ന് പറയുന്നു ആരംഭത്തിൽ. എന്താ? കാലത്തിന്റെ ആരംഭത്തിൽ. കാലമില്ലായിരുന്നതിന് മുമ്പ് നിത്യതയായിരുന്നു. ഒരു നേർവേര വരയ്ക്കുക, പാരലായിട്ട് വരയ്ക്കുക, ബിന്ദുക്കളൊന്നും വിടണ്ട, നേർക്കൊരു വരക. അപ്പോൾ ദൈവം എന്ന് പറയുന്ന നേർവരയ്ക്കകത്ത് സമയം എന്ന് പറയുന്ന ബിന്ദു ഇല്ല. അങ്ങനെ കാരണം എന്താ? സോളാർ സിസ്റ്റം ഇല്ല. ഈ സമയമൊക്കെ വന്ന എന്തുകൊണ്ടാ? ഈ കാണുന്ന നമ്മുടെ തലയ്ക്ക് മീതെയുള്ള ദൈവം ഉൽപ്പത്തി പറയുന്നുണ്ട്, സമയം, കാലം, സീസൺ എന്നിവ അറിയാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് കാണും. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം ഇത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആമേൻ ദൈവത്തിന് ഒരു സമയം പറയാനില്ലായിരുന്നു. വളരെ നീണ്ട ഒരു നേർവരയായിരുന്നു ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം എന്ന് പറയുന്ന നേർവരയിൽ ഉൽപ്പത്തി 1:1 എന്ത് ചെയ്തു? ദൈവം ഒരു ബിന്ദു ഇട്ടു, ഒരു കുത്തിട്ടു. നമുക്കെങ്ങനെ പറയാം? കാലത്തിൻ്റെ ആരംഭത്തിൽ, കാലം തുടങ്ങിയപ്പോൾ ദൈവം, അതിനു മുമ്പ് കാലമില്ല. പക്ഷേ ഇതിൻ്റെ അവസാനമുണ്ട്. വെളിപ്പാട് പറയുന്നു ഇനിയും കാലം ഇല്ല. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ബിന്ദു ഇട്ടു എ, ഇനി ഒരു ബിന്ദു ബി എന്ന് വരുന്നുണ്ട്. അതെന്നാ? നിത്യത തുടങ്ങുമ്പോൾ സോളാർ സിസ്റ്റം മുഴുവൻ തീരും. സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല, വിശുദ്ധന്മാരോടെ ആയിരിക്കും, സമയം ഉണ്ടാവുകയില്ല, നോ ടൈം. അപ്പോൾ സമയം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവം സമയത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? കാലത്തിൻ്റെയും സമയത്തിൻ്റെയും തുടക്കത്തിൽ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. കാലം തുടങ്ങി. 1-2 വാക്കൂടെ അതിനോട് മധ്യ പറഞ്ഞാൽ അടുത്ത സ്ലൈക്ക് വരാം. ഇനിയും അതിൻ്റെ അകത്ത് രസകരമായ പുതിയ നിയമത്തിലൊരു പദമുണ്ട്. ശരിയായിട്ട് വായിച്ചു പഠിക്കുമ്പോൾ അത് മനസ്സിലാകാം. കർത്താവ് യേശു ഗലീല കടൽപ്പുറത്ത് വന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? കാലം പറഞ്ഞാട്ട്, കാലം തികഞ്ഞു. കാലം മതി, അത്ര മതി. ഉൽപ്പത്തി 1:1 എന്ത് തുടങ്ങി? കാലം തുടങ്ങി. യേശു വന്നപ്പോൾ എന്ത് ചെയ്തു? കാലസമ്പൂർണതയാ. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ കാലം തികഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിലെ പഴയ നിയമത്തിന്റെ കാലം തീർന്നു, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാലം, ആമേൻ, ആ പഴയ നിയമത്തിന്റെ കാലം തികഞ്ഞു. യേശു വന്നു, അത് നമുക്ക് കാലം തികഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? അന്ത്യകാലം. അപ്പോൾ യേശു വന്നത്, ഈ ലോകത്തിലേക്ക് വന്ന് ശുശ്രൂഷ തുടങ്ങിയത് കാലം തികഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നത് അന്ത്യകാലത്തിന്റെ ആരംഭത്തിൽ. ഹോളി സ്പിരിറ്റ് വന്നതിനെക്കുറിച്ച് അന്ത്യകാലത്തിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ അന്ത്യകാലം തുടങ്ങിയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇതേതാണ് അന്ത്യകാലത്തിന്റെ അവസാനം. കാലം തുടങ്ങി, കാലം തികഞ്ഞു, അന്ത്യകാലം തുടങ്ങി. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞു, ഈറ്റ് നോവിൻ്റെ ലേബർ പെയിനിന്റെ ആരംഭമാണ്, പ്രസവവേദനയുടെ ആരംഭമാണ്. യേശു ലോകത്തിൽ നിന്ന് പോകുന്ന സമയം ആ പ്രസവവേദനയുടെ ലേബർ പെയിൻ അങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കും.
ആ ലേബർ പെയിൻ അവസാനിക്കുന്ന എപ്പോഴാണ്? ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രസവവേദന, ലോകത്തിൻ്റെ സംഭവങ്ങൾ, ലോകത്തിലെ ഭൂകമ്പങ്ങൾ, രാഷ്ട്രീയ കോളിളക്കങ്ങൾ, ആ സംഘടനകൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ അതിനെക്കുറിച്ച് അലിഗോറിക്കലായിട്ട് പറയുന്നത്. അത് തുടങ്ങി. പക്ഷേ ആ കാലഘട്ടവും തീരാറായി എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ മുൻ അസ്തിത്വത്തെക്കുറിച്ച് ഇത്രയും റെഫറൻസ് മതിയല്ലോ. വേറെയും ധാരാളമുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും അത്യാവശ്യമായ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്ന 2 മിനിറ്റ് അടുത്ത സ്ലൈഡിലേക്ക് വരുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വന്ന് ചില കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സുകൾ സമാപിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ? വ്യക്തമായിട്ട്? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്ന് ഞാൻ പറയുന്നത് എൻ്റെ പേര്. ഇനിയും വളരെ പ്രധാനപ്പെട്ടതാണിത്, ഈ കാര്യം ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വത്തിൽ അടുത്ത ഈ സ്ലൈഡാണ് ബിബ്ലിക്കലായിട്ട്, വേദശാസ്ത്രപരമായി, തിയോളജി അനുസരിച്ച്, വേദപുസ്തകം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. വിവരിച്ച് പറയാൻ സമയം എടുക്കുന്നില്ല, ചുരുക്കി പറയാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് പഴയ നിയമത്തിൽ പറയുന്ന വേദഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 3:15. അവിടെ എന്താ പറയുന്നത്? ഒന്ന് വായിക്കണേ, അറിയാമെങ്കിലും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. മതി. സ്ത്രീയുടെ സന്തതിയായിട്ട് ആര് ജനിക്കും? പാമ്പിന്, മറ്റേ എതിരാളി പാമ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാമ്പല്ല. ഏതൻ തോട്ടത്തിൽ വന്ന പാമ്പ് കേവലം ഒരു ക്രീച്ചർ അല്ല, ഒരു ക്രാഫ്റ്റി ക്രീച്ചറാ. കൗശലമുള്ള ജന്തുക്കളിൽ ഏറ്റവും കൗശലമുള്ളതായിരുന്നു പാമ്പ്. ആ പാമ്പിലേക്കാണ് പ്രവേശിച്ചത്. പാമ്പിലേക്ക് മൃഗങ്ങളിൽ പിശാചിന് പ്രവേശിക്കാൻ കഴിയുമോ? കഴിയും. പുതിയ നിയമത്തിൽ ഒരുത്തനകത്ത് എത്ര ഉണ്ടായിരുന്നു? 6000. റോമൻ ബറ്റാലിയന്റെ പട്ടാളക്കാരുടെ എല്ലാ ഓഫീസർമാരും കൂടിയ ഒരു വലിയ ബറ്റാലിയനാണ് ലീജിയൻ എന്ന് പറയും. LEGION. ലെഗ്യോൻ എന്ന് പറയുന്ന പിശാചിന്റെ പേരല്ല, ഒരു നമ്പറാണ്. ലീജിയൻ, ലെഗ്യോൻ, പിശാചിനൊക്കെ കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ ആ സാത്താൻ എത്ര ഉണ്ടായിരുന്നു? റോമൻ പട്ടാളത്തിലെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് 6000. പറഞ്ഞു. ഈ മറ്റൊരു പഠിപ്പിക്കലിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പാമ്പ് ഒരു കെരൂബായിരുന്നു. സത്യമാണോ സാറേ? വീണുപോയ ദൂതനാ, അതല്ലേ? അതിന് സംശയമില്ല. അത് വീണുപോയ ഫാളൻ ഏഞ്ചൽ, ദൈവം വെട്ടിക്കളഞ്ഞല്ലേ. ദൈവം ഗ്രേഡ് താഴ്ത്തി അന്തരീക്ഷ മണ്ഡലത്തിൽ തള്ളിവിട്ട് യെശയ്യാവിലും എസെക്കിയേലും പറയുന്നു. ആ അവന്റെ നിഗളം കൊണ്ട്, വെട്ടിയെന്ന് പറഞ്ഞാൽ അക്ഷരീയ വെട്ടല്ലല്ലോ, ദൈവത്തിന്റെ വാക്കാകുന്ന അധികാരം ഉപയോഗിച്ച് അവനെ ഡീഗ്രേഡ് ചെയ്തു. സുന്ദരനും പാട്ടുപാടുന്നവനും ദൈവത്തിന്റെ സിംഹാസനത്തിലെ കൊയറിന്റെ ഒക്കെ ലീഡറായി സപ്തസ്വരങ്ങൾ ചിറക് വിടർത്തുമ്പോൾ അക്കോർഡിയൻ ഇങ്ങോട്ട് വിടർത്തിട്ട് കട്ടയിലോട്ട് പിടിക്കുമ്പോൾ എന്തോ സുഖമാ കേൾക്കാൻ എന്ന് പറഞ്ഞ പോലെ ഈ ചെറുബിംസിന്റെ 2 ചിറകിന്റെ ഇടയിലെ ബെല്ലോസ് അങ്ങോട്ട് നിവർത്ത് കഴിയുമ്പോഴത്തേന് സ്വർഗീയ സംഗീതം അവിടെ മുഴക്കുന്ന പാട്ടുകാരായിരുന്നു. അതുകൊണ്ട് സാധാരണ എപ്പോഴും പറയാറുണ്ട്, പാട്ടുകാർ സൂക്ഷിക്കണം, ഏറ്റവും കൂടുതൽ നിഗളം അവരിൽ നിന്നാണ് വരുന്നത്. നല്ല പാട്ട് പാടിക്കഴിയുമ്പോൾ ഒരു നിഗളം അകത്ത് കയറും. അതുകൊണ്ട് ഇന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കണം. അപ്പോൾ ഫാളൻ ഏഞ്ചൽസ്, ആ ഫാളൻ ഏഞ്ചൽസ് പലതരത്തിൽ പ്രവർത്തിക്കും. ആ ദൂതന്മാർ, ആ ദൂതൻ അതിൻ്റെ സ്പിരിറ്റാണെന്ന് ഓർക്കണം. ഈ ദൈവത്തിൻ്റെ ദൂതനാണെങ്കിലും വീണുപോയ ദൂതനാണെങ്കിലും സ്പിരിറ്റാ. അതിനേത് രൂപത്തിലും വരാം, രൂപമില്ലാതെയും വരാം. സ്പിരിറ്റാ. ശരീരം ഒരു പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പോകുന്ന വഴിക്ക് ഒരു വലിയ പാലം നിൽപ്പുണ്ട്, അവിടെ ഒത്തിരി ആണി അടിച്ചതിൽ ഒരു ചരടൊക്കെ കെട്ടിത്തുകൊണ്ട് അവിടെയൊക്കെ ഭൂതമൊക്കെ ഇളകുന്ന ആട് മന്ത്രവാദി എന്നിട്ട് എന്ത് ചെയ്തു, ചരട് കെട്ടിയിട്ട് ആ ഭൂതത്തെയൊക്കെ ഇവിടെ ആണി അടിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, ഈ ഇരുമ്പ് കൊണ്ടല്ല അല്ലെ ഒരു ലോകത്തെയും ഒന്നും സാത്താന് പേടിയൊന്നുമില്ല. അതൊന്നും അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. മനുഷ്യൻ്റെ കയ്യിലെ പൈസ മേടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ പിശാച് എന്ന് പറയുന്നതിന്
ആ രൂപമില്ലാതെ ഇവിടെ എങ്ങനെ ആണി അടിച്ചു വെക്കാൻ കഴിയുന്നത്? എന്നാൽ ദൈവവചനം പരിശുദ്ധാത്മാവ് അധികാരത്തോടുകൂടെ ഒരു കൽപ്പന കൽപ്പിക്കുമ്പോൾ ഭൂതം പുറത്താവും. പോകട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഈ സാത്താൻ എന്ന് പറയുന്ന ആ സ്പിരിറ്റ് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു. ഏതാ? 6000-ലേക്ക്. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം തമാശ രൂപത്തിൽ പറയാറുണ്ട്. 6 വിശ്വാസികൾ ആമേൻ ഒന്നിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ വഴക്ക് തുടങ്ങും. 6000 പിശാച് ഒരുത്തൻ്റെ മണ്ടയ്ക്ക് എത്ര വർഷമായി ഒരു വഴക്കുമില്ല. നിങ്ങൾക്ക് എത്ര സഭയുണ്ടായതിന്? ഒരു 10 വർഷം കഴിയുമ്പോൾ പിരിഞ്ഞ് അപ്പോൾ ഭൂതങ്ങൾക്ക് യൂണിറ്റി ഉണ്ട്. കർത്താവ് പറഞ്ഞു, അതുകൊണ്ടാണ് ഇന്നുള്ള പല മലകളിലും പേര് പറയുന്നില്ല ആൾ കൂടുന്നത്. കാരണം അവർക്ക് ഭൂതങ്ങൾ തമ്മിൽ ചിത്തിരിക്കുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഡിവൈഡിങ്. പക്ഷെ നമ്മുടെ അകത്തേക്ക് സാത്താൻ കയറി നമ്മളെ ഡിവൈഡ് ചെയ്യുക. കൊരിന്ത സഭയിലെ പ്രശ്നം ഡിവിഷനായിരുന്നു. എല്ലായിടത്തും ഡിവൈഡ് ചെയ്യുക. കുടുംബത്തിലതാ. പോകട്ടെ. അപ്പോൾ സ്ത്രീയുടെ സന്തതി പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ സ്ത്രീയുടെ സന്തതി. അപ്പം പറയും ബാക്കിയുള്ളവരെന്നെ പുരുഷന്മാരാണ് പ്രസവിച്ച്. അല്ല, സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഈ ബയോളജിക്കകത്ത് ഒരു മെയിലും ഫീമെയിലും ആ ക്രോമസോൺസ് 23 ഒന്നിച്ചാകുമ്പോഴാണ് അവിടെ ഒരു ജനനമുണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും. മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടായിരിക്കണം, എങ്കിലേ ജനനം ഉണ്ടാവുകയുള്ളൂ എന്നറിയാം. എന്നാൽ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ ഒരു ജനനം പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായത് യേശുവിൻ്റെ ജനനമാണ്. അതിനുശേഷവും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് യേശുവിൻ്റെ ജനനം അത് ഒരു ബയോളജിക്കൽ പ്രോസസ് അല്ല, ഇറ്റ് വാസ് എ തിയോളജിക്കൽ പ്രോസസ്. ഞാൻ യോഹന 1:14 ദൈവം ചെയ്ത അത്ഭുതമാണ്. ബയോളജി അനുസരിച്ച് യേശു എങ്ങനെ ജനിച്ചു സ്ത്രീയുടെ സന്ധ്യയായിട്ട് ആര് ചോദിച്ചാലും പറയാൻ കഴിയുന്നത് കാര്യം ഇത് ദൈവത്തിൻ്റെ ആവർത്തിക്കപ്പെടാത്ത ഒരു കാര്യപരിപാടിയാണ്. യേശുവിന് ജനനം ആവർത്തിക്കുന്നില്ല, മരണം ആവർത്തിക്കുന്നില്ല, ഉയർപ്പ് ആവർത്തിക്കുന്നില്ല, നിസ്തുലമാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്തു? അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഞാൻ എൻ്റെ പഠനത്തിൻ്റെ നമ്മുടെ അവസാനത്തെ സമയത്തേക്ക് വരികയാണ്. അതിന് ഫുൾഫിൽമെൻ്റ് എന്ന് നടന്നു. ഗലാത്യർ 4:4 അത് ഒന്ന് വായിച്ച്. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അപ്പോൾ സ്ത്രീയുടെ സന്തതി ജനിക്കും എന്നുള്ള, സ്ത്രീയിൽ നിന്ന് മാത്രം ജനിക്കും. യശാവിലൊക്കെ ഉണ്ട്. കന്യാജനനത്തെ കുറിച്ച് നമ്മൾ പിന്നെ അല്പമായിട്ട് ചിന്തിക്കും. അപ്പോൾ സ്ത്രീയുടെ മാത്രം സന്തതിയായിട്ട് ജനിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സർപ്പത്തിൻ്റെ തല തകർക്കും. സർപ്പം എന്നവിടെ ഉദ്ദേശിക്കുന്ന പിശാചിൻ്റെ തലയെ തകർത്തു. എവിടെ തകർത്തു? കൊലാസ്യലേഖനത്തിൽ പറയുന്നുണ്ട്, വായിക്കേണ്ട. വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, അധികാരത്തെയും അവൻ്റെ ആയുധവർഗം, അവൻ്റെ വാർഫെയർ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവും സാത്താനുമായിട്ടുള്ള ഒരു റസലിംഗ് ആണ് കാൽവറിയിലെ ഗോൽഗോത്ത മലമുകളിൽ നടക്കുന്നത്. പിശാചൻ അവൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന അധികാരത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ പിടിച്ചിട്ട് പറയുകയാണ്, നിന്റെ ജനത്തിൻ്റെ മുഴുവനും അധികാരം എൻ്റെ കയ്യിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് കിട്ടിയതാ. അതിന് താക്കോൽ എന്തുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. എന്താ? മരണം, മരണം, മരണം. കർത്താവ് യേശുവിൻ്റെ കാൽവറി മരണത്താൽ മരണത്തെ മരണം കൊണ്ട് യേശു എന്ത് ചെയ്തു? മാറ്റി. മുള്ളു കൊണ്ടാൽ എങ്ങനെ എടുക്കുന്നത്? മുള്ളു കൊണ്ടാണ് എടുക്കുന്നത്. പാമ്പ് കടിച്ചാൽ എന്താ കുത്തിവെക്കുന്നത്? പാമ്പ് വിഷം. സ്മാൾ പോക്സ്, വസൂരി വരുമ്പോൾ പശുക്കളുടെ അകിടിൻ്റെ അകത്ത് അത് പ്രത്യേകമായിട്ടുള്ള നീര് വെച്ച് അത് അകത്തുനിന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത്. എല്ലാത്തിൻ്റെയും അത് പ്രതിവിഷം ഉണ്ടാക്കുന്നത് അതുകൊണ്ട്. അങ്ങനെയെങ്കിൽ മരണത്തെ മരണം കൊണ്ട് യേശു, എല്ലാ ആൻറ്റിബയോട്ടിക്കും അതാണ് ശാസ്ത്രപ്രകാരം ശരീരത്തിൽ കുത്തിവെക്കുന്ന. നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന അണുക്കളും ശ്വേതാണുക്കളും തമ്മിൽ യുദ്ധം ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ യുദ്ധത്തിനകത്ത് വീര്യം പകരുകയും അകത്ത് കയറിയതായിരിക്കുന്ന ആ അണുവിനെ അല്ലെങ്കിൽ വിഷത്തെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന കാര്യപരിപാടിയാണ് ഈ ആൻറ്റിബയോട്ടിക്കും ഇതുപോലുള്ളതായിരിക്കുന്ന ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു പഴയ പാഠമാണ് യേശു കാൽവറി കുരിശിൽ. മരണത്തെ മരണം കൊണ്ട് യേശു കാൽവറി കുരിശിൽ ജയിച്ചു എന്ന് കാണാൻ കഴിയും. സാത്താൻ്റെ സകല അധികാരവർക്കും. അപ്പോൾ സാത്താൻ്റെ തലയെ തകർത്ത് കളഞ്ഞു. ഇനിയും സാത്താന് പ്രവർത്തിക്കാൻ അല്പസമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, ആ സമയം വരെ അവൻ പ്രവർത്തിക്കും.
ഒരു കാര്യം കൂടെ ഞാൻ ആരംഭം വിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അതെ, മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവിന് നീയോ മുമ്പ് ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് എന്തിൽ നിന്ന് ഉത്ഭവിച്ചു വരും. മതി. ഇതൊക്കെ നടക്കുന്ന കാര്യവും നടന്ന കാര്യമാണ്, നടന്നതാ, പ്രൊഫസിയാണ്. പിന്നെ യേശു ജനിക്കുന്ന 700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുന്ന സ്ഥലം പറഞ്ഞു, ബേത്ലഹേമിലാണ്. ബേത്ലഹേമിലെ ഏതാണ്? എഫ്രാത്തയിലാണ്. എന്തുകൊണ്ട് എഫ്രാത്ത എന്ന് പറഞ്ഞ്? ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ബേത്ലഹേം എന്ന പേരോടുകൂടെ 2 സ്ഥലം ഉണ്ടായിരുന്നു. കേരളത്തിൽ പരിയാരം എന്ന പേരോടുകൂടെ 20 സ്ഥലമുണ്ട് കേരളത്തിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഒരേ പേരോടുകൂടെ. ഇപ്പം സ്പെസിഫിക്കായിട്ട് പരിശുദ്ധാത്മ ദൂത് പറയുമ്പോൾ, ആമേൻ, എന്തെങ്കിലും കൊട്ടത്താപ്പിന് ഒത്തിരി മാങ്ങ ഉള്ള ഒരു മാവേലോട്ട് ഒരു ഏറെറിഞ്ഞാൽ 2 പട്ടുമാങ്ങയിലും താഴെ വീഴും. അങ്ങനെയുള്ള ദൂത് സ്പെസിഫിക്കാ, കറക്റ്റാ, പ്രോംറ്റാ, ആക്യുറേറ്റാ. അതുകൊണ്ട് പ്രവാചകൻ ദൂത് പറഞ്ഞു. അവൻ ആത്മാവിൽ പ്രവചനത്തിൻ്റെ കുഴൽ കണ്ണാടിയിൽ കൂടെ യേശുവിൻ്റെ ജനനത്തെ മൈഖാ പ്രവാചകൻ അങ്ങ് ദൂരവേ 700 വർഷങ്ങൾക്ക് മുമ്പ് ശേഷം ജനിക്കുന്നത് കണ്ടു. ബേത്ലഹേം എന്ന സ്ഥലത്ത്, ആമേൻ, കർത്താവ് യേശു ക്രിസ്തു എഫ്രാത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് നമ്മുടെ റാഹേൽ അമ്മച്ചി പ്രസവത്തോടുകൂടെ മരിച്ചില്ലേ, അവിടെ, ആമേൻ, യെരുശലേമിൽ നിന്ന് ഏതാണ്ട്, ആമേൻ, 20 മൈൽ അല്ലെ 18 മൈൽ അപ്പുറമാണ് ആ സ്ഥലത്ത് എഫ്രാത്ത എന്ന് പറയുന്ന സ്ഥലം. ആ പറയപ്പെട്ട സ്ഥലത്ത് ആയിരിക്കും യേശു ജനിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ചതായിട്ട് ലൂക്കോസിൽ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം അതിനെക്കുറിച്ച് പറയാം. അവർ ബേത്ലഹേമിൽ എത്തിക്കഴിഞ്ഞ കുഞ്ഞിനെ പ്രസവിക്കുന്നത്, അതിനു മുമ്പ് പ്രസവിച്ചില്ല. അതിൻ്റെ കാരണം അതിനു മുമ്പേ ബേത്ലഹേമിലെത്തുന്നു. യേശുവിനെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയാമ്മ സഹോദരി മറിയ ഗലീലയിലാണ് വളർന്നത്. ഗലീലയിൽ വളർന്നപ്പോൾ ഓഗസ്റ്റസ് സീസറിന് ഒരു വരളപ്പാടുണ്ടായി. മനസ്സിനെ ദൈവം ഇളക്കി ഒരു ഡിക്രി ഉണ്ടാക്കി. എന്താ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ ജനിച്ച സ്ഥലത്ത് പോയി പേര് രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് ജോസഫും മറിയയും ജനിച്ചു വളർന്ന ബേത്ലഹേമിൽ പോയേ പറ്റൂ. തിരുവായിക്ക് എതിർവായില്ല. ഗർഭിണിയാണേലും ഒരു കഴുതപ്പുറത്ത് ചില ദിവസങ്ങൾ കൊണ്ട് ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ കൊണ്ട് ബേത്ലഹേമിൽ എത്തുന്നിടം വരെ പ്രസവിച്ചില്ല. അതിനു മുമ്പേ പ്രസവിച്ചിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബൈബിൾ ഞാൻ ചവിട്ടുവത്തേൽ തള്ളിയാണ്. ഇതുകൊണ്ട് ഇന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല. തിരുവചനം സത്യമായിട്ട് നിറവേറുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പിന്നീട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ഉത്സാഹത്തോടെ ക്ലാസ്സുകൾ എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിച്ചാൽ നാളെ നമ്മുടെ ചാപ്പൽ സർവീസ് നടത്തപ്പെടുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യുവാൻ, പാട്ട് പാടുവാൻ, മറ്റ് പ്രോഗ്രാംസ് അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി അറിയിക്കണം. ഞാൻ നേരത്തെ പറയുവാൻ മറന്നുപോയി. ഞാൻ ഇന്ന് വൈകിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അറിയിക്കുക, സഹകരിക്കുക. നാളെ വൈകിട്ട് ഇന്ത്യൻ ടൈം 8:30 നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി കർത്താവ് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അവസാനമായി ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഞങ്ങൾക്ക് വീണ്ടും കൃപ ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ ദാസൻ അവിടുത്തെ കാവൽ അവിടെ നൽകി ആദരിക്കണം. എല്ലാ നന്മകളാലും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ആദരിക്കാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കും. അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കൈമാറാകണം. ആമേൻ. താങ്ക് യു പാസ്റ്റർ രാജു പി ജോയി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും പ്രത്യേകാലി ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. നാളെ വൈകിട്ടത്തെ ചാപ്പൽ സർവീസിന് എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകമായ ടെസ്റ്റ് മണിയോ എന്തെങ്കിലും ചെയ്യുവാൻ താല്പര്യമുള്ളവർ നേരത്തെ പേരറിയിച്ചാൽ സന്തോഷമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജോർജ് വർഗീസ്. വിൽ സീ യു നെക്സ്റ്റ് ഫ്രൈഡേ. താങ്ക് യു.